തിരുവചനം തിരുവചനം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ഷാലോൺ ടി വി പ്രേക്ഷകരെ, നമുക്ക് വ്യക്തിഗത പ്രാർത്ഥനയെക്കുറിച്ച് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. പലപ്പോഴും ഞാനുൾപ്പെടെ നമുക്ക് നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, മനസാന്നിധ്യം കിട്ടുന്നില്ല, ചിന്ത മാറിപ്പോകുന്നു, ഉറക്കം വരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. പ്രാർത്ഥന വളരെ ലളിതമായി ചിന്തിക്കുമ്പോൾ ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ്. ദൈവവുമായി നമ്മൾ ഒന്നായിത്തീരുന്ന അതിവിശേഷവും മനോഹരവുമായ ധന്യ നിമിഷമാണ് പ്രാർത്ഥനാ വേളകൾ. ഈ ചിന്ത നമ്മളിൽ ശക്തിപ്പെടുമ്പോൾ നമുക്ക് ഏകാഗ്രത സ്വാഭാവികമായി വന്നു ചേരുന്നു. നമുക്ക് എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ കരുതുന്ന ഏറ്റവും വലിയ സുഹൃത്തായ രക്ഷകനായ ദൈവത്തോട് നമുക്ക് നമ്മുടെ പ്രാർത്ഥന അർപ്പിക്കുവാനായിട്ട് സാധിക്കും. വളരെ ലളിതമായി ചിന്തിക്കുമ്പോൾ 7 ഘടകങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി മനസാന്നിധ്യം അഥവാ ദൈവ സാന്നിധ്യം ഉറപ്പാക്കാൻ നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ശ്രമിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മം അതിവിശേഷപ്പെട്ടതാണ്, വിശുദ്ധമാണ് എന്ന് നമ്മുടെ വ്യക്തിത്വത്തിൽ പതിപ്പിക്കുമ്പോൾ നമുക്ക് മനസാന്നിധ്യം അവിടെ എത്തിക്കുവാനും ഏകാഗ്രതയോടുകൂടെ നമുക്ക് ആ സൽക്കർമ്മം നിർവഹിക്കുവാനും സാധിക്കും. രണ്ടാമതായി ദൈവത്തെ സ്തുതിക്കണം. മൂന്നാമതായി ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ മനസ്സു കാണിക്കണം. നാലാമതായി ദൈവത്തോട് നമ്മൾ മാപ്പ് ചോദിക്കുവാൻ മനസ്സു കാണിക്കുക. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് പലപ്പോഴും ആനുപാതികമായി ഉയരുന്നതിന്, വളരുന്നതിന്, അതെല്ലാം എടുത്ത് നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് നമുക്ക് സാധിക്കാത്ത എത്രയോ അവസ്ഥകളും അവസരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഹൃദയംഗമായ രീതിയിൽ ദൈവവുമായി ഏകയോഗമായി ചേരുന്നതിന് ഈ ഘടകങ്ങൾ അനിവാര്യമാണ്. നമ്മുടെ കുറവുകൾ ദൈവത്തോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഏറ്റുപറയുവാൻ മനസ്സു കാണിക്കുക. അഞ്ചാമതായി ദൈവത്തോട് നമ്മൾ അനുഗ്രഹങ്ങൾ ചോദിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കൾക്കടുത്ത സ്വതസിദ്ധമായ സ്വാതന്ത്ര്യത്തോടു കൂടെ നമ്മൾ പിതാവായ ദൈവത്തോട് നമ്മുടെ ആത്മീയവും ശാരീരികവും ഭൗതികവുമായ ആവശ്യങ്ങൾ നമ്മൾ ഉണർത്താം, നമ്മൾ അഭ്യർത്ഥിക്കാം. ആറാമതായി നമ്മുടെ ദൈവത്തിന് ശ്രവിക്കുവാനായി, ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് കേൾക്കുവാനായി നമ്മുടെ ചെവി ചായ്ക്കണം, നമ്മുടെ മനസ്സിനെ കൊടുക്കണം. ഏഴാമതായി നമുക്ക് ഒരു പുത്തൻ ഉണർവ്, ഒരു നവ ചൈതന്യം, ഒരു ദൗത്യം നമുക്ക് ലഭ്യമാകുന്നു. പ്രാർത്ഥനയിലൂടെ ഇത്തരം ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥന ആസ്വാദ്യകരമായി മാറും, അനുഗ്രഹപ്രദമായി തീരും. നമ്മളിലേക്ക് അവാച്യമായൊരു അനുഭൂതി വന്ന് നിറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു ശരാശരി പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ പേരിൽ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ പൂർവ്വ യാക്കോബ് ഏസാവുമായി പിണങ്ങി. ഏസാവ്
പ്രതികാരം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പ്രാണരക്ഷാർത്ഥം ഇവിടെ ബേർഷബായിൽ നിന്ന് ലാമാൻ്റെ അടുക്കൽ ഓടിപ്പോവുകയാണ് ഹാരാനിലേക്ക്. അവിടേക്കുള്ള യാത്രയിൽ ഒരു ദിവസത്തെ യാത്ര ചെയ്ത് രാത്രിയിൽ വിശ്രമിക്കുവാൻ വേണ്ടി അദ്ദേഹം ലൂസ് എന്ന് പറയുന്ന പട്ടണത്തിൽ താമസിക്കുന്നു. ആ സ്ഥലത്ത് അദ്ദേഹം വിശ്രമിക്കുന്ന സമയം അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടാകുന്നു. ഭൂമിയിൽ പതിപ്പിച്ചിരിക്കുന്ന ഒരു കോവണി ആകാശം മുട്ട നിൽക്കുന്നു. കണ്ണെത്താ ദൂരത്തുള്ള ഒരു കോവണി. ആ കോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു അപാച്യമായ ഒരു അനുഭൂതി ലഭ്യമാകുന്നു. തന്നിമിത്തം അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ദൈവം വസിക്കുന്ന സ്ഥലമാണ്, ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന്. അദ്ദേഹം ആ സ്ഥലത്തിന് ബഥേൽ എന്ന പേര് നൽകുന്നു. അദ്ദേഹം ഉറക്കമെണീറ്റ് അദ്ദേഹം തലയിണയായി വെച്ചിരുന്ന ആ കല്ല് എടുത്ത് കുത്തനെ നാട്ടി അതിൽ അദ്ദേഹം കരുതിയിരുന്ന എണ്ണ ഒഴിച്ച് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥന, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാസിയുടെ പ്രാർത്ഥന. ഒരു നാട് വിട്ടു പോകുന്ന, ജീവിത സന്ധാരണത്തിനു വേണ്ടി സ്വന്തം തറവാടും വീടും ഒക്കെ വിട്ട് അന്യദേശത്തേക്ക് പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥനയായി നമുക്കിതിനെ കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. തികച്ചും ഭൗതികമായ ആവശ്യങ്ങൾ, 7 ആവശ്യങ്ങൾ ഇവിടെ നിരത്തുകയാണ്. എനിക്ക് ഭക്ഷണം വേണം, ഉണ്ണാൻ വേണം, ഉടുക്കാൻ വേണം, യാത്ര സുഖകരമായിരിക്കണം, വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നന്നായിരിക്കണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ. അതിന് 22-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പ്രതിഫലവും നേരുകയാണ്, നേർച്ച നേരുകയാണ്. ഞാൻ 10-1 ദൈവത്തിന് സമർപ്പിക്കും എന്ന്. ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥന. ഇതെല്ലാം എനിക്ക് കിട്ടിയാൽ ഞാൻ ഒരു കുരിശടി നേർച്ചയായിട്ട് പണിതു കൊടുക്കും, ഒരു സ്നേഹവിരുന്ന് തിരുനാളിനോടനുബന്ധിച്ച് നടത്തിക്കൊടുക്കും, അല്ലെങ്കിൽ ഒരു വർഷത്തെ തിരുനാൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്യും. എന്താ കാരണം? എനിക്ക് ഇത്രയൊക്കെ ദൈവം തന്നല്ലോ, നല്ലവനായ ദൈവം എനിക്ക് ഇത്രയും സമ്പത്ത് നൽകിയല്ലോ, അപ്രതീക്ഷിതമായി എനിക്ക് ഇതെല്ലാം കിട്ടിയതിൻ്റെ ഒരു പങ്ക്. പ്രിയമുള്ളവരെ, ഇതൊരു സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ഇവിടെ ഈ യാക്കോബ് ഹാരാനിൽ അമ്മാവൻ ലാബാൻ്റെ അടുക്കൽ 20 വർഷം താമസിക്കുന്നു. ഈ 20 വർഷം അദ്ദേഹം ആ കുടുംബത്തിന് വേണ്ടി, ലാബാൻ്റെ കുടുംബത്തിന് വേണ്ടി കഠിന അധ്വാനം ചെയ്ത് ധാരാളം സമ്പത്ത് സ്വരുക്കൂട്ടി കൊടുക്കുന്നു. ലാബാൻ്റെ വീട്ടിൽ ആശ്രിതനായി കഴിഞ്ഞിരുന്ന യാക്കോബ് ആ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം നടത്തുകയും ലാബാനോട് വിധേയത്വം പുലർത്തുകയും ചെയ്യുന്ന ആ രീതി ലാബാനെ വളരെയേറെ ആകർഷിച്ചു. യാക്കോബിനോട് ലാബാൻ പറഞ്ഞു, നീ വളരെയേറെ കഠിനാധ്വാനിയും സൽസ്വഭാവിയുമാണ്, എനിക്ക് വളരെയേറെ
ഇഷ്ടമായി നിന്നെ. നീ വെറുതെ ഇവിടെ ജോലി ചെയ്ത് കഴിയേണ്ടവനല്ല. നിനക്ക് ഞാൻ പ്രതിഫലം നൽകും. നിനക്ക് ഇഷ്ടമുള്ള പ്രതിഫലം ഞാൻ തിരിച്ചു നൽകും. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ ഇളയ മകൾ റാഹേലിനെ എനിക്ക് വിവാഹം ചെയ്തു തരണം. യാക്കോബിനോട് ലാബാൻ പറഞ്ഞു, അത് ചെയ്യാമല്ലോ, അതൊരു നല്ല കാര്യമാണല്ലോ. എൻ്റെ മകൾക്ക് യോജിച്ച ഭർത്താവാണ് നീ. അതുകൊണ്ട് തന്നെ നീ അതിന് പ്രതിഫലമായി 7 വർഷം നീ ഇവിടെ പണിയെടുത്തുകൊള്ളുക. 7 വർഷം വളരെ ഉത്സാഹത്തോടു കൂടെ തൻ്റെ ഇഷ്ടപ്രേയസിക്കു വേണ്ടി അദ്ദേഹം അവിടെ കഠിനാധ്വാനം ചെയ്തു. 7 വർഷം കഴിഞ്ഞ് റാഹേലിന് വിവാഹം ചെയ്ത് നൽകുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ലാബാൻ ഈ റാഹേലിന് നൽകുന്നതിനു പകരം മൂത്തവൾ ലേയയെ നൽകിക്കൊണ്ടാണ് അതിന് പ്രതിഫലം നൽകിയത്. യഥാർത്ഥത്തിൽ വാക്ക് പാലിക്കുന്നില്ല. യാക്കോബ് അമ്മാവനായ ലാബാനോട് ചോദിക്കുന്നു, ഇളയ മകൾ റാഹേലിന് വേണ്ടിയാണല്ലോ ഞാൻ 7 വർഷം പണിയെടുത്തത്. നിങ്ങൾ എന്താണ് എന്നോടിങ്ങനെ ചെയ്തത്? അപ്പോൾ അമ്മാവൻ യാക്കോബിനോട് പറയുന്നുണ്ട്, ഈ നാട്ടിൽ മൂത്തവൾ നിർത്തിയിട്ട് ഇളയവൾ വിവാഹം ചെയ്ത് കൊടുക്കാറില്ല. അതുകൊണ്ട് നിനക്ക് റാഹേലിനെ ഞാൻ വിവാഹം ചെയ്തു തരാം. പക്ഷേ നീ 7 വർഷം കൂടെ ഇവിടെ പണിയെടുക്കണം. റാഹേലിനുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം 7 വർഷം കൂടെ അവിടെ പണിയെടുക്കുന്നു. റാഹേലിനോടുള്ള ഇഷ്ടം കൊണ്ട് 7 വർഷങ്ങൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു പോയതുപോലെയാണ് അനുഭവപ്പെട്ടതെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, തുടർന്ന് വീണ്ടും സ്വന്തം സമ്പാദ്യത്തിനു വേണ്ടി അദ്ദേഹം 6 വർഷം കൂടെ അമ്മാവൻ്റെ വീട്ടിൽ പണിയെടുക്കുന്നു. ഇങ്ങനെ നിരന്തരം പണിയെടുത്ത് നീങ്ങുന്ന യാക്കോബിനെ സംബന്ധിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു അസ്വസ്ഥത. താൻ സഹോദരനെ പറ്റിച്ചു, അതോടൊപ്പം അപ്പനെ വഞ്ചിച്ചു. എനിക്ക് അവരോട് മാപ്പ് ചോദിക്കണം, തിരിച്ച് എൻ്റെ തറവാട്ടിലേക്ക് പോകണം. അതിന് പറ്റിയ സമയം സംജാതമായപ്പോൾ ഈ യാക്കോബ് തൻ്റെ ഭാര്യമാരെയും പരിചാരകരെയും ആടുമാടുകളെയും സ്വത്തുവകകളെയും എല്ലാം ശേഖരിച്ച് അദ്ദേഹം സ്വന്തം തറവാട്ടിലേക്ക് യാത്രയാകുന്നു. യാക്കോബ് യാബോക്ക് എന്ന പുഴ കടന്ന് തൻ്റെ ഭാര്യമാരെയും പരിചാരകരെയും ആടുമാടുകളെയും സ്വത്തുവകകളുമെല്ലാം 2 ഗണമായി തിരിച്ച് നിർത്തിയിട്ട് യാക്കോബ് മാത്രം പുഴയ്ക്ക് ഇക്കര നിന്നും ഏകാന്തമായ ഒരു പ്രാർത്ഥന, സമഗ്രമായ ഒരു പ്രാർത്ഥന. ഞാനും എൻ്റെ ദൈവവും തന്നോടൊപ്പം മറ്റ് തന്നെ സഹായിക്കാനിടയുള്ള ഘടകങ്ങളുണ്ടായാൽ ദൈവവുമായുള്ള ഏക യോഗം നടക്കുകയില്ല. അതുകൊണ്ട് ദൈവവും ഞാനും മാത്രം എന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഈ യാക്കോബ് തന്നെ നടത്തുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കും. ബൈബിൾ പ്രസിദ്ധമായ പെനുവേൽ പ്രാർത്ഥനയായി അത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹോദരനുമായി അനുരഞ്ജനപ്പെടുവാനും ദൈവത്തോട് മാപ്പ് ചോദിക്കുവാനും ദൈവകൃപ ലഭ്യമാക്കുവാനും അദ്ദേഹം മനസ്സു കാണിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. യഥാർത്ഥ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് രൂപപ്പെട്ട് വരികയാണ്. അത് ക്ലൈമാക്സിൽ ചെന്നെത്തുന്നത് യാക്കോബിനെ സംബന്ധിച്ച് പെനുവേൽ പ്രാർത്ഥനയിലൂടെയാണ്. ഇവിടെ നമുക്ക് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച 7
ഘടകങ്ങളും സുവ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഈ പെനുവേൽ പ്രാർത്ഥനയിൽ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 9-ാം വാക്യം. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ അവൻ അവിടെ പ്രാർത്ഥനയ്ക്കായി മനസാന്നിധ്യം ഉറപ്പിക്കുകയാണ്. ദൈവ സാന്നിധ്യം അവൻ ക്ലിപ്തപ്പെടുത്തുകയാണ്. ഞാനും എൻ്റെ ദൈവവും മാത്രം, ഞാനും എൻ്റെ ഉടയതമ്പുരാനും മാത്രം. എനിക്കെൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, എനിക്കെൻ്റെ ദൈവം പറയുന്നത് ശ്രവിക്കണം, എന്നിട്ടെനിക്ക് ദൈവമേൽപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കണം. അതിലൂടെ ഒരു നവജീവൻ പ്രാപിച്ചുകൊണ്ട് ഒരു പുത്തൻ ജീവിത ശരണിയിലൂടെ മുമ്പോട്ട് പോകണം. എന്തൊരു സുന്ദരമായ ഒരുക്കം! അടുത്ത് നമ്മൾ 32-ാം അധ്യായം 9-ാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ മനസ്സ് കാണിക്കുന്നു. തുടർന്ന് അങ്ങീ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും യോഗ്യനല്ല. ദൈവത്തോട് മാപ്പിരക്കുന്നു. സ്വന്തം സ്വത്വത്തോടുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്നു. ദൈവം എന്തെന്ത് നന്മകളാണ് എൻ്റെ മേൽ വാരിച്ചൊരിഞ്ഞിട്ടുള്ളത്. അന്നൊക്കെ എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് തിരക്കാണ്, പ്രാർത്ഥിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല, അതൊക്കെ നിങ്ങളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഒഴുകഴുകൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിസ്സഹായതയുടെ നെല്ലിപ്പടിയിൽ നിൽക്കുമ്പോൾ, ഞാൻ പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്ക് സഹായം കിട്ടാതെ വന്നപ്പോൾ, എനിക്കെൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോൾ, ദൈവം ശരണം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. തുടർന്ന് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു. അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും യോഗ്യനല്ല. തുടർന്ന് അദ്ദേഹം പറയുന്നു, എൻ്റെ സഹോദരനായ ഏസാവിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥന, യാചന, ആവശ്യങ്ങൾ മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. തുടർന്ന് യാക്കോബ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല. ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം അവിടെ ഉറപ്പിക്കുകയാണ്. തുടർന്ന് ആ അദൃശ്യ ശക്തി, ഒരു മൽപ്പിടുത്തം അവിടെ നടക്കുകയാണ്. ആഭ്യന്തര സംഘർഷം നടക്കുകയാണ്. ദൈവവുമായുള്ള പരാതിയും പരവേദനവും എല്ലാം യാക്കോബ് അവിടെ നിരത്തുകയാണ്. അപ്പനും മോനുമെന്നുള്ള അടുപ്പത്തിലുള്ള പ്രാർത്ഥന അവിടെ രൂപപ്പെടുകയാണ്. ആ പ്രാർത്ഥന അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ആ പ്രാർത്ഥനയുടെ അവസാനം ചെന്ന് നിൽക്കുന്നത്, അവൻ ചോദിച്ചു, നിൻ്റെ പേരെന്ത്? യാക്കോബിനോട് ചോദിച്ചു, മോനെ നീ ആരാ? നീ യഥാർത്ഥത്തിൽ ആരാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ യാക്കോബ്. പണ്ടൊരിക്കൽ അപ്പൻ ചോദിച്ചു, മോനെ നീ ആരാ? ഇസഹാക്ക് ചോദിച്ചു. അന്നവൻ പറഞ്ഞത്, അപ്പൻ്റെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ, കള്ളം പറഞ്ഞു. ഇന്നവൻ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തുകയാണ്. ഞാനൊരു കള്ളനാണ്, കാപട്യക്കാരനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുതികാൽ പിടിക്കുന്നവനാണ്, ചൂഷണം ചെയ്യുന്നവനാണ്, പറ്റിക്കുന്നവനാണ്. അതാണല്ലോ യാക്കോബ്. ദൈവം പറഞ്ഞു, മോനെ നീ ഇനി മുതൽ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്ന് അറിയപ്പെടും. ഒരു പുതിയ ദൗത്യമേൽപ്പിക്കുകയാണ്. ഒരു വ്യക്തിയുടെ പേരിൽ ഒരു രാഷ്ട്രം സൃഷ്ടിക്കുകയാണ്. ഇതാണ് നമ്മുടെ ദൈവം. ആട്രസ് ഇല്ലാത്തവന് ആട്രസ് കൊടുത്ത് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. പ്രാർത്ഥനയിൽ ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഐശ്വര്യ അനുഗ്രഹങ്ങൾ ഞാനൊരു വ്യക്തിയുടെ 2 തരത്തിലുള്ള പ്രാർത്ഥനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനും നിങ്ങളും ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആത്മശോധന എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ,
ഇതുപോലുള്ള മറ്റൊരു പ്രാർത്ഥന നമുക്ക് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. എലിയ പ്രവാചകൻ ആഹാബ് രാജാവിൻ്റെയും ജെസബേൽ രാജ്ഞിയുടെയും കാലത്ത് ഇസ്രായേലിൽ പ്രവാചക ധർമ്മം നടത്തിയിരുന്നു. ജെസബേൽ രാജ്ഞിക്ക് എലിയ പ്രവാചകനോട് കടുത്ത വിരോധവും വിദ്വേഷവും ഉണ്ടായി. ധാരാളം പീഡകൾ, ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ നേർ അഴിച്ചുവിട്ടു. പലപ്പോഴും ജീവഹാനി സംഭവിക്കുമെന്ന് ഈ എലിയ പ്രവാചകന് തോന്നി. പ്രാണരക്ഷാർത്ഥം അദ്ദേഹം ഓടുകയാണ്. ആ ഓട്ടത്തിൽ ദൈവത്തെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. കാരണം ഞാൻ നല്ലവനാണ്, ദൈവമാണ് എന്നെ ഏൽപ്പിച്ചത്, ദൈവമാണ് എന്നെ അയച്ചത്, ദൈവമാണ് എനിക്ക് ദൗത്യം നൽകിയത്, എന്നിട്ടും ദൈവം പോലും എന്നോട് ശത്രുവായിട്ട് പെരുമാറുന്നു. എന്തുകൊണ്ട് ദൈവത്തിന് എന്നെ സംരക്ഷിച്ചുകൂടാ? അദ്ദേഹം ഹെറോബ് മലയിലെത്തി ഒരു ഗുഹയിലിരുന്ന് വളരെയേറെ നീറി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു സ്വരം കേട്ടു. ആത്മസംഘർഷത്തിലായിരുന്ന എലിയ പ്രവാചകൻ ഒരു സ്വരം കേൾക്കുകയാണ്. എലിയ, എലിയ, നീ ഇവിടെ എന്തെടുക്കുന്നു? എലിയ പ്രവാചകന് സ്വരം തിരിച്ചറിയുവാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പ്രതി ഞാൻ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഞാനൊരു പ്രവാചകനാണ്, ദൈവമാണ് എൻ്റെ ആകെ സ്വത്ത്, ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിപ്പോൾ ജനമധ്യത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ, അതിനുള്ളൊരു സാഹചര്യമില്ലല്ലോ, തികച്ചും പ്രതികൂല അവസ്ഥയാണല്ലോ. ആ അവസ്ഥ ഒന്ന് മാറ്റി അനുകൂലമാക്കണം എന്നുള്ള തീഷ്ണതയാൽ കത്തിജ്വലിക്കുകയാണ് എന്ന് എലിയ പ്രവാചകനോട് വീണ്ടും ദൈവം പറഞ്ഞു, നീ മലയുടെ മുകളിലേക്ക് കയറി നിൽക്കുക. എലിയ പ്രവാചകൻ മലയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അദ്ദേഹം വളരെ ആശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് എത്തിയത്. ഞാൻ എത്തുന്നത് ദൈവസന്നിധിയിലാണ്. മല ദൈവത്തിൻ്റെ വാസസ്ഥലമാണല്ലോ. അവിടെ എത്തിയ പാടെ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ അനുഭവമാണ്. കൊടുങ്കാറ്റ് അദ്ദേഹത്തെ വിഴുങ്ങിക്കളയുമാറ് വളരെയേറെ ശക്തിമത്തായി വീശുന്നു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഭയമായി. ആ കാറ്റൊന്ന് ശമിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ വീണ്ടും പ്രതികൂലമായി ബാധിക്കുന്നത് ഒരു വലിയ ഭൂകമ്പം. അവിടെ മുഴുവനും തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലുള്ള ഒരു ഭൂകമ്പമുണ്ടാകുന്നു. ഭൂകമ്പമൊന്ന് ശമിക്കുന്ന സമയം അതാ ഒരു വലിയ അഗ്നി, മലയ്ക്ക് ചുറ്റും അഗ്നി, അത് ആളിക്കത്തി ഒരു അഗ്നികുണ്ഡമായി മാറുമ്പോൾ താൻ എരിഞ്ഞടങ്ങുവാൻ പോവുകയാണല്ലോ എന്ന ആശങ്കയിൽ നിൽക്കുമ്പോൾ അതും മാറിക്കിട്ടുന്നു. തുടർന്ന് അദ്ദേഹം ഒരു സ്വരം കേട്ടു, എലിയ, നീ എന്തു ചെയ്യുന്നു? അപ്പോഴും അദ്ദേഹത്തിന് പറയുവാനുള്ളത് ഇതുതന്നെ, അങ്ങയുടെ തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. പ്രിയമുള്ളവരെ, നല്ലവനായ ദൈവം പലപ്പോഴും നമ്മളെ ഉരുക്കി വാർക്കുവാൻ, നമ്മെ കൂടുതൽ ശക്തിയുള്ളവരാക്കി മാറ്റുവാൻ, ഏത് പ്രതിസന്ധികളെയും ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ചില സംഘർഷങ്ങൾ നമുക്ക് നൽകും. നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ അടങ്ങിയിരിക്കുന്ന സംഘർഷങ്ങളെ ആരോഗ്യകരമായ സംഘർഷങ്ങളാക്കി മാറ്റി തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനാണ് ക്രൂശിതനായ യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പോലും ശത്രുപക്ഷത്താണോ എന്ന് തോന്നാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മെ അറിയാവുന്നവർ, നമ്മുടെ അധികാരികൾ, നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ, അവർ പോലും നമ്മളെ മനസ്സിലാക്കാതെ ഒരുപക്ഷേ നമുക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ നടത്തുന്നവരുടെ പക്ഷം ചേർന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദുരവസ്ഥകളുണ്ടാകും. ആ സമയം
ഒറ്റയ്ക്കിരുന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമുക്കൊരു ആത്മീയ സംഘർഷമുണ്ടാകും. നല്ലവനായ ദൈവം നമുക്ക് അനുവദനീയമായ ഇതുപോലുള്ള വേദനകൾ നൽകിക്കൊണ്ട് തുടർ ജീവിതത്തിന് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവാണ് അതിലൂടെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടത്. ആത്മബലം, ആത്മചൈതന്യം, നവജീവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രേഷിത പ്രവർത്തനങ്ങളിലും ഏത് അവിധോഗ്യ ജീവിതത്തിലും എല്ലാം നമുക്ക് പലപ്പോഴും ഇതുപോലുള്ള അവസ്ഥകളുണ്ടാകും. അപ്പോൾ തകർന്നു പോകാതെ നമ്മൾ ആത്മീയ മനുഷ്യരായി ഉയരുവാൻ അനിവാര്യമായ കുരിശുകളെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയും അനുഗ്രഹവും നല്ലവനായ ദൈവം നമുക്ക് നൽകട്ടെ.